ദിയാ മടിയ മുടിയ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനു ലക്ഷ്മി. ഇതെന്താ നിഷയുടെ പുറകിലാണ്ട് പ്രിന്റ്? നാളെ എന്താ നിഷയുടെ പരിപാടി? നാളെ ഞങ്ങളുടെ കൊച്ചിന്റെ പേരിടുന്ന മാത്രമേ ഉള്ളൂ. ചരട് കെട്ട്. അപ്പം നമ്മൾ എന്ത് വാങ്ങിക്കാൻ പോവാ നിഷേട്ടാ? കരിവിള ആൻഡ് മുണ്ട് ഷർട്ട് നമ്മൾ ഓൾറെഡി വിങ്സ് പാനിൽ തയ്ക്കാൻ കൊടുത്തു. അപ്പം നമ്മൾ മുണ്ടും പിന്നെ കരിവളയും കൂടെ വാങ്ങിക്കാൻ പോവാം. വേറെ എന്തോ കൂടെ ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. സൈഡ് മാത്രം. ഓക്കെ. ചെസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റ് ഉണ്ടോ? ഇല്ല, കറക്റ്റാ. നമ്മുടെ പരിപാടിക്ക് ഏകദേശം ഒരു ദിവസം മുമ്പായിരുന്നു നമ്മൾ ഈ ഒരു ഷർട്ടൊക്കെ തയ്പ്പിക്കാൻ വേണ്ടി കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ ഒരു സാരി കൊടുത്തിട്ട് അതിനകത്തുനിന്ന് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷർട്ട് ചെയ്യിപ്പിച്ചത്. ഈ ഒരു റോംബറായിരുന്നു ഞാൻ അവൻ്റെ മെഷർമെൻ്റ് ആയിട്ട് അവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. ശരിക്കും ഇന്നാണ് നമ്മുടെ നൂലുകെട്ട് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വന്നു. ബേബിനെ നമ്മൾ ഉറക്കി. ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ വെളിയിൽ വെച്ചിട്ടാട്ടോ, ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോഴേ എടുത്തു വെച്ചില്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഓർക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം കയ്യോടെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫംഗ്ഷൻ സത്യം പറഞ്ഞാൽ ഈ ഒരു നൂലുകെട്ടിൻ്റെ ഫംഗ്ഷൻ വീട്ടിൽ വെച്ചാണ് നടത്താറുള്ളത്. പക്ഷേ മഴയും ഒക്കെ ആയത് കാരണം വീട്ടിൽ വെച്ച് നടത്തുമ്പോൾ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ക്ലീനിങ്ങും ഒക്കെ കുറച്ച് പാടായത് കാരണം ഞാൻ വിചാരിച്ചു വെളിയിലൊരു ഹാളിൽ തന്നെ നടത്താമെന്ന്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി തന്നെയുള്ളൊരു ഹാളിലാട്ടോ നമ്മൾ ഇത്തവണ നമ്മുടെ നൂലുകെട്ട് ഫംഗ്ഷൻ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നൂലുകെട്ട് ഫംഗ്ഷൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞാവുണ്ടായിട്ട് ഏകദേശം 28 ദിവസം ആവാറാവുകയാണ്. ഒരു മാസം എങ്ങനെയാണ് പോയതുപോലും അറിയില്ല. അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു ശരിക്കും ഒരു മാസം പോയത്. അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ ഡ്രസ്സും മനീഷൻ്റെ ഡ്രസ്സും കുഞ്ഞാവയുടെ ഡ്രസ്സും എല്ലാം എടുത്ത് വെക്കണം. അവൻ്റെ സ്നഗ്ഗി, ഡ്രൈ ഷീറ്റ്, അവനെ കവർ ചെയ്യാനുള്ള സാധനങ്ങൾ, കരിവള, അതുപോലെ ആഭരണങ്ങൾ, ബോഡി ലോഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പരിപാടിക്ക് ഞാൻ കയറിയാൽ മതിയല്ലോ. അപ്പം നമ്മളിപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്ന സാരി ഒരു ആത്മ ഡിസൈനർ ഹൗസിൽ നിന്ന് വന്ന കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് സാരി. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു സാരിയാണ്. എന്നുവെച്ചാൽ ആദ്യം ചേച്ചിയോട് ചോദിച്ചു സാരി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് ആയാലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആകുമ്പോഴത്തേന് അതിന് സാരി ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, സാരി മതി എന്നുള്ളത്. ഇതാണ് നമ്മുടെ സാരി. ഈ ഇതാണ് സാരിയുടെ ബ്ലൗസ്. സാധാരണ എല്ലാ ഫംഗ്ഷനും ബ്ലൗസൊക്കെ നല്ല ഹെവി ആയിട്ട് വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളിടുന്നത്. പക്ഷേ ഇത്തവണ കുഞ്ഞാവേനെ എടുക്കാനുള്ളത് കാരണം ഞാൻ പറഞ്ഞു ഏറ്റവും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ചേച്ചി ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലും പിന്നെ ഈ ഒരു കയ്യിൽ ചെറുതായിട്ടുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൗസ്. പിന്നെ അതിൻ്റെ അണ്ടർസ്കേർട്ടൂടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അനീഷേട്ടൻ്റെ കുർത്ത അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇതാണ് അനീഷേട്ടൻ്റെ കുർത്ത. ഞാൻ ഈ കുർത്താസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്കവാറും വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ആണുങ്ങളുടെ മിക്കവാറും നമ്മൾ ചെയ്യുന്നത് വിങ്സ് പാനിലാണ് കേട്ടോ. അപ്പം അനീഷേൻ്റെ ഈ ഒരു കുർത്ത വിങ്സ് പാനിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ മുണ്ട് ഓൾറെഡി നമുക്കിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മുടെ ഗോൾഡൻ കസവ് തന്നെ ഉള്ളൊരു മുണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിങ്സ് പാനിൽ തന്നെ കൊടുത്ത് തയ്പ്പിച്ച ഒരു കുഞ്ഞി ഷർട്ടാണ് കേട്ടോ. ഇത് ശരിക്കും അവന് കുറച്ചധികം വലുതാണ്. എന്നുവെച്ചാൽ അവൻ്റെ അളവൊന്നും എടുക്കാനായിട്ട് അവനെ ഇപ്പോൾ നമ്മൾ വെളിയിൽ കൊണ്ടുപോകുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു റോംപർ നമ്മൾ സൈസായിട്ട് അളവിന് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തത്. ഇത് നമ്മൾ നാളെ അവനെ ഇടിയിപ്പിക്കും. ഇതവൻ്റെ ഡ്രസ്സ്. അവൻ്റെ ഡ്രസ്സ് ഇതിനകത്ത് വെക്കുന്നതായിരിക്കുമല്ലേ നല്ലത്. പിന്നെ അവൻ്റെ മുണ്ട് തപ്പിപ്പോയപ്പോഴത്തേക്കിന് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു വയസ്സിനുള്ളതെന്ന് പറഞ്ഞാലും ഇത്രയും വലിയൊരു മുണ്ടാണ് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര വലുത്. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഇത് പകുതി ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഉടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതിന് എത്ര 50 രൂപയോ അങ്ങനെ അതാണ്ടാ. ഇതിലും കട്ടിയുള്ള മുണ്ടില്ല, കുഞ്ഞാക്കായത് കാരണം. ഈ മുണ്ട് മുണ്ടുണ്ട്. പിന്നെ ഞാൻ
ഡയപ്പർ ഓൾറെഡി കുറച്ച് ഞാൻ ബാഗിലൂടെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതും കൂടെ നമുക്ക് എടുക്കാം, ഇതിനകത്തൂടെ വയ്ക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ എൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവനിത് ഡ്രസ്സ് ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 റോംബറൂടെ എടുത്തിട്ടുണ്ട്. ഇത് കുറേ ഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞാലും കുറേയൊക്കെ അവന് ഇപ്പം ഇടാൻ പറ്റുന്ന രീതിയിലല്ല, കുറേയൊക്കെ വലുതാണ്. ഇങ്ങനത്തെ ഇപ്പം തൽക്കാലം ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു 3 ഡ്രസ്സുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെക്കാം. പിന്നെ ഈ ഒരു ഷർട്ട് ചിലപ്പം അനീഷയുടെ മനിയിൽ നമുക്ക് ദേഹത്ത് കൊള്ളൂ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് മെറ്റീരിയൽ, പക്ഷെ എന്നാൽ അവന് ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അകത്ത് നമ്മളൊരു കെട്ടുടുപ്പിൻ്റെ ഒരു ഉടുപ്പൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൂടെ നമുക്ക് എടുക്കാം. 2 കെട്ടുടുപ്പൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും തുടയ്ക്കാനോ ഒക്കെ വരുവാണെങ്കിൽ നാപ്പി ക്ലോത്ത്സ്, പിന്നെ ഡ്രൈ ഷീറ്റ്. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂഡഡ് ആയിട്ടുള്ളൊരു ടവൽ. പിന്നെ ഇനി എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളും വേണം. പിന്നെ ഇത് അവൻ്റെ ബോഡി ലോഷൻ, അതുകൂടെ എടുത്തേക്കാം. ബോഡി ലോഷൻ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ റിസ്ക് ആയിരിക്കും അല്ലേ, ചിലപ്പോൾ തുറന്നു. ബാഗിൽ വെക്കട്ടെ. ഇതിനകത്ത് ഞാൻ ഓൾറെഡി വെറ്റ് വൈപ്സും പിന്നെ ഇത് ഒരു ഡ്രൈ ഷീറ്റ് പോലത്തെ തന്നെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ഷീറ്റുണ്ട്. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഡയപ്പറും ഒരു എക്സ്ട്രാ ഡ്രസ്സും ഞാൻ എൻ്റെ ബാഗിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആഭരണത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇത് നമ്മുടെ ക്യാൻസ പെർഡോട്ടിൽ നിന്ന് 2 മാലയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരെണ്ണം. രണ്ടാമത്തേത് കുറച്ചുകൂടെ ഒരു സിമ്പിളായിട്ടുള്ള ടൈപ്പാണ് കണ്ടോ. ഇത് നല്ല രസമുണ്ട്. അപ്പം നാളെ ഫുൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏതാണ് സ്യൂട്ടാവുന്നതെന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ജിമ്മൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് കുഞ്ഞിൻ്റെ കരിവളയാണ് കേട്ടോ. ഇത് നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞിൻ്റെ അരഞ്ഞാണം, കുഞ്ഞിൻ്റെ മാല, ബ്രേസ്ലെറ്റ്, കാൽത്തള എല്ലാം ഇതിനകത്തുണ്ട്. ഞാനടുത്ത് ഈ ഒരു പെട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാനടുത്ത് ഈ ഒരു പെട്ടിയും കൂടെ നമുക്ക് കൊണ്ടുപോകാമെന്ന്. നമുക്കിതിനി ഈ സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ, നമ്മുടെ പാക്കിംഗ് ഏകദേശം കഴിഞ്ഞു. ഏകദേശം അല്ല, അത്രേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ. ഇപ്പം നാളെ ഇടാനുള്ള സാധനങ്ങൾ: ഫോണിൻ്റെ ചാർജറുകൾ ഈ 2 എണ്ണമാണ്. ഇതും അതും ആ പെട്ടിയെ. അപ്പോൾ എനിക്ക് കിടന്നുറങ്ങാം. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. 28 ദിവസമായി അനീഷേട്ടാ. 7. അപ്പോൾ നമുക്ക് നാളത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കുറച്ച് പരിപാടികളൊന്നുമില്ല. പരിപാടികളായിരുന്നു. കല്യാണമല്ല, ഫസ്റ്റ് അമ്പലത്തിൽ വെച്ചുള്ള എൻഗേജ്മെൻറ്റ്, പിന്നെ ഒഫീഷ്യലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, പിന്നെ കല്യാണം, പിന്നെ കല്യാണത്തിന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ വീടിൻ്റെ കയറിത്താമസം, അതിനു മുമ്പ് ഉണ്ണിച്ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ്, ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണം, പിന്നെ അത് കഴിഞ്ഞപ്പം തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൻ്റെ കയറിത്താമസം, പിന്നെന്തായിരുന്നു അനീഷേട്ടാ, അതിനിടെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അതിനിടെ ഞാൻ പ്രഗ്നൻ്റായി, ഇപ്പോൾ ദേ കുഞ്ഞാവയായി, കുഞ്ഞാവയുടെ 28 കെട്ടുമായി. വാവ്, നൈസ്, വണ്ടർഫുൾ. അപ്പം ഇതോടുകൂടി ഏകദേശം നമ്മുടെ പരിപാടികൾ ഒക്കെ അത്യാവശ്യം. നാളെ 5-ാം തീയതി 10 പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ജൂൺ 27-ന് എൻ്റെ ബർത്ത്ഡേ, ജൂലൈ 9-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ജൂലൈ 15-ാം തീയതി അനീഷേട്ടൻ്റെ ബർത്ത്ഡേ,
പിന്നെ ജൂൺ 22-ാം തീയതി ഉണ്ണിച്ചേട്ടൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇതിനിടയിലുണ്ട്. പക്ഷെ എന്നാലും മേജർ പരിപാടികളൊക്കെ ഏകദേശം നമ്മൾ ഇതോടുകൂടി എൻഡ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കിടന്നുറങ്ങണം. കുഞ്ഞാലാണെങ്കിലും അവധ ബൈ, സീ യു.